a dirty business. അപ്പോൾ വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ 5 പേരാണ് വിജയിച്ചത്. 5 പേരുടെ പോർട്രേറ്റ് ഡ്രോയിങ് ആണ് കുറച്ച് നേരത്തെ നിങ്ങൾ കണ്ടത്. അവർക്ക് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുത്ത 5 എണ്ണം. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും നമ്മൾ മറ്റൊരു അടിപൊളി തീമുമായിട്ട് വന്നേക്കുകയാണ്. ഈ എപ്പിസോഡിൽ കമൻറ്റ് ചെയ്ത് 15 ലൈക്ക് കിട്ടുന്നവർക്ക് സെബ്രോണിക്സിൻ്റെ ഒരു ഹെഡ്സെറ്റ് കിട്ടാൻ അവസരമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ 15 ലൈക്ക് കിട്ടുന്ന ഓരോരുത്തർക്കും ഒരു ലക്കി ഡ്രോയിലേക്ക് പങ്കെടുക്കാം. ഞാൻ യൂട്യൂബിൽ ലൈവ് വന്ന് ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ട് അതിനകത്ത് നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നു. അതായത് ഈ 15 ലൈക്സ് ഉള്ള ഒരു കമൻറ്റിൻ്റെ ഉടമസ്ഥനെ, അത് എത്ര പേര് വേണമെങ്കിലാവാം. ആ കിട്ടുന്ന ഒരാൾക്ക്, ആ നറുക്കെടുത്ത് കിട്ടുന്ന ഒരാൾക്ക് സെബ്രോണിക്സിൻ്റെ ഒരു അടിപൊളി ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എനിവേ പ്രൈസ് മണി അല്ല, ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നിയ വിൻസെൻറ്റ് ഫ്രം എറണാകുളം. സോ ഇതുപോലുള്ള മനോഹരമായ ഗിഫ്റ്റുകൾ സ്പോൺസർ ചെയ്യാനും നിങ്ങളുടെ ഫോട്ടോ ഇതുപോലെ തെളിഞ്ഞു വരാനും സന്ദർശിക്കുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സന്ദർശിക്കുക. വന്ന് പറയുക, ചേട്ടാ എനിക്കൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിവേ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. കമൻ്റ് ഇടുക, വെറും 15 ലൈക്ക് അടിക്കുക, ഒരു ഹെഡ്സെറ്റ് കിട്ടാൻ ഒരു അവസരം സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ ബേസിക്കാണ് പഠിച്ചത്. ഇത്തവണ 3D ഡ്രോയിങ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. 3D ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പേപ്പറിൽ സാധാരണ നമ്മൾ വരയ്ക്കുന്നത് 2D ആയിരിക്കും മിക്കവാറും. അതെങ്ങനെ 3 ഡയമെൻഷനിലായിട്ട് വരയ്ക്കാം എന്ന് വെച്ചാൽ, ഈ കണ്ണാടി വെച്ച് കാണുന്ന 3D അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 1D 2D 3D 4D അങ്ങനെ കുറേ സംഭവങ്ങളില്ലേ, അതെന്തുവാ? അപ്പോൾ എനിവേ 3 ഡയമെൻഷൻ വരയ്ക്കാനായിട്ട്, അതായത് ഇപ്പോൾ ഒരു വീട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ വരയ്ക്കാനായിട്ട്, കണ്ണിലോട്ടല്ല അല്ലാണ്ട് 3D പോലെ തോന്നുന്ന രീതിയിൽ വരയ്ക്കാനായിട്ട് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ആദ്യം നമുക്ക് പഠിക്കാം പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം നമ്മളൊരു 3D വേൾഡാണിത്. ആ നടുക്കിരിക്കുന്ന ഒരു വീടാണ്. ആ വീടിന് പുറകിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫ്രണ്ടിലായിട്ട് കുറേ അലവലാതി ചെടികളുണ്ട്. നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ വീടിനെ നമ്മൾ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ പല 3D ഡെപ്താണ് ഇതിന് വരുന്നത്. എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു കോർണർ ഉണ്ടോ, ആ ഒരു ലൈൻ ഈ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ആ ലൈൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ 3 ഡയമെൻഷൻ്റെ ലൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഞാൻ ആംഗിൾ മാറ്റുവാണ്, കണ്ടോ? അതായത് നമ്മൾ നോക്കുന്നതിൻ്റെ ആംഗിൾ മാറ്റിയപ്പോഴത്തേക്കും അങ്ങനെ ഇരുന്ന ലൈനിൻ്റെ പൊസിഷനും മാറി, 3Dയുടെ പൊസിഷൻ മാറി, കണ്ടോ? ഇതാണ് നമ്മൾ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ. ഇനി നമ്മൾ ചെയ്തതാ ടോപ്പ് വ്യൂയിലോട്ട് പോകുമ്പോൾ എന്താണ്, ആ വീടിൻ്റെ ഒരു കോൺ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ നേരെ നോക്കുന്ന കോണല്ല, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് അതൊരു സർക്കിൾ പോലെയൊക്കെ തോന്നത്തുള്ളൂ. ഇതിനെയാണ് നമ്മൾ ഒരു സെയിം ഒബ്ജക്റ്റിനെ പല രീതിയിൽ നോക്കുമ്പോൾ പല ആംഗിളിൽ പലതുമായിട്ട് തോന്നും. അടുത്ത പോയിന്റ് പറയുന്നത്, ഒരു ഒബ്ജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള എന്താണ് റിലേഷൻ. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒബ്ജക്റ്റ് നടുക്ക് പ്ലേസ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റിൻ്റെ അടുത്തുള്ള ഇമേജാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടല്ലോ, ഞാൻ ഇനി ഈ വീടിൽ നിന്ന് പുറന്നോട്ട് പോവുകയാണ്. ഓക്കെ, പുറന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? വീട് ചെറുതായതിൻ്റെ കൂടെ പുറയിലത്തെ ബാക്ക്ഗ്രൗണ്ടും കുറച്ചുകൂടെ വിസിബിളായി, ആ പുറയിലുള്ള ഒബ്ജക്റ്റും കുറച്ചുകൂടെ ഫർദർ ബാക്കിലോട്ട് ചെറുതായിട്ട് പോയി. കണ്ടില്ലേ? വീണ്ടും നമ്മൾ ബാക്കിലോട്ട് പോകും തോറും ആ ബാക്ക്ഗ്രൗണ്ട് പിന്നെയും കുറേ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് പേഴ്സ്പെക്റ്റീവ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വീട്, ആ മലയുടെ ഫ്രണ്ടിൽ ഒരു വീട് വരയ്ക്കുന്നു. ആ വീടിനോട് നിങ്ങൾ എത്ര അടുത്ത് നിൽക്കുന്നോ അതിനനുസരിച്ചിരിക്കും ആ മല എത്രത്തോളം വിസിബിൾ ആവുന്നു എന്നത്. ജസ്റ്റ് പേഴ്സ്പെക്റ്റീവാണ്, മനസ്സിലാക്കിയിരുന്നാൽ മതി. റെക്കോർഡിംഗ് ആണോ എന്തോ ദൈവത്തിനറിയാം. ഫിംഗർ പ്രിൻറ്റ്, പേഴ്സ്പെക്റ്റീവ് കറക്റ്റ്. അപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേറൊന്നിനുമല്ല, 3 ഡയമെൻഷൻ വേൾഡ് എങ്ങനെയാണെന്നും അത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ,
മറ്റേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വേറൊരു വ്യൂ, അപ്പുറത്തോട്ട് നോക്കുമ്പോൾ വേറൊരു വ്യൂ. ഇത് റിയൽ ലൈഫിൽ ഞാനൊന്നുകൂടെ ഒരു എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. കണ്ടില്ല? അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഒരു കോണാണ്. ഓക്കെ, 3 മതിലുകളല്ല, ആ ചുമരുകൾ, എന്തോ ഒരു സാധനം ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഈ സെയിം സ്പോട്ട് ഞാൻ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ആ ലൈൻസിൻ്റെ പൊസിഷൻ കണ്ടല്ലോ. ഇനി ഇതേ സെയിം സ്പോട്ട് ഞാൻ വേറൊരു ആംഗിൾ, അതായത് കുറച്ചുകൂടെ താഴെ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്കും ആ ലൈനിൻ്റെ പൊസിഷൻ കണ്ടല്ലോ. നമ്മൾ നോക്കുന്ന വ്യൂ അതിനനുസരിച്ചിരിക്കും ആ ഒരു 3D ഒബ്ജക്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവും കാര്യങ്ങളും. ഓക്കെ, ഇനി ഈ പ്രിൻസിപ്പൾ യൂസ് ചെയ്ത് നമുക്ക് 3D വരയ്ക്കാം. നമ്മൾ പെൻസിൽ ഡ്രോയിങ്ങിലോട്ട് കടക്കുവാണ്. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, സ്പൈഡർമാൻ ഉണ്ട്, പണ്ട് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് വരയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യം ഒരു സ്കെയിൽ, ഒരു പെൻസിൽ, ഒരു ഡബ്ബർ കട്ട, ഒരു റൈസർ. ഓക്കെ, ഈ 3 സാധനങ്ങൾ എടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒരു പോയിൻ്റ് ഈ പേപ്പറിൽ അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഓക്കെ, ഇതാ കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതാ ഇവിടെ ഞാനൊരു പോയിൻ്റ് അടയാളപ്പെടുത്തി. എന്തിനാണ് ഈ പോയിൻ്റ്? ഈ പോയിൻ്റാണ് നമ്മുടെ 3 ഡയമെൻഷനൽ സ്ട്രക്ചർ എല്ലാം പൊളിക്കാൻ പോകുന്ന ഒരു സ്ഥലം. മനസ്സിലായില്ലേ? മനസ്സിലാക്കി തരാം. അതായത് ആദ്യം വീടിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാ ഇതെന്താണ്? സാധാരണ ഒരു വീടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അല്ലേ? വെറുതെ ഏത് പൊട്ടനും വരയ്ക്കാൻ പറ്റുന്നൊരു വീടാണിത്. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയോ. ഈ വീടിനെ നൈസായിട്ട് 3Dയിലോട്ട് മാറ്റുവാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ വീടിൻ്റെ മേൽക്കൂരയിലെ ഈ പോയിൻ്റ് കണ്ടോ? ആ പോയിൻ്റിൽ നിന്നും ഈ പോയിൻ്റിലോട്ട് ഞാനൊരു ലൈൻ വരയ്ക്കാൻ പോകുന്നു. നോക്കിക്കോളൂ. നമ്മൾ ഇതാ സ്കെയിൽ വെച്ചു, ആ സംഭവം വെച്ചു, ഇതാ ഒരല്പം നീട്ടി ഞാൻ വരച്ചു. അല്പം നീട്ടി കൊണ്ടുപോകണ്ട, അങ്ങ് കാസർഗോഡ് വരെ പോകണ്ട. ഇനി എന്ത് ചെയ്യുന്നു? ഈ വീടിൻ്റെ അടുത്ത പോയിൻ്റ് കണ്ടോ? ഈ പോയിൻ്റിൽ നിന്നും ഈ പോയിൻ്റിലോട്ട് ഞാൻ മറ്റൊരു ലൈൻ വരയ്ക്കാൻ പോകുന്നു. ദാ പിടിച്ചോ, വരച്ചു. കണ്ടല്ലോ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സെയിം ലൈൻ അതുപോലെ അതേ പാരലൽ എന്നൊക്കെ നമ്മൾ പറയും. മാത്സ് പഠിച്ച എല്ലാവർക്കും അറിയാം പാരലൽ. 10ാം ക്ലാസ് ഗുസ്തി മതി. പാരലൽ ലൈൻ അതേപടി വരയ്ക്കുന്നു. കണ്ടല്ലോ? കഴിഞ്ഞു. ഇനി അടുത്ത പോയിൻ്റ്, ഈ പോയിൻ്റ് ഇനി നമ്മൾ ഒരെണ്ണം വരച്ചാലും അതിന് അടിയിലായി പോവും. എന്ത് ചെയ്യുന്നു? ഈ പോയിൻ്റ് കണ്ടല്ലോ വീടിൻ്റെ, ഈ പോയിൻ്റിൽ നിന്നും വീണ്ടും ആ പോയിൻ്റിലോട്ട് ഞാൻ മറ്റൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, വരച്ചു. കണ്ടല്ലോ? ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ ഒരു സ്റ്റോപ്പറും കൂടെ വേണം. ദാ ഈ ലൈൻ വരുന്നത് ഏകദേശം എങ്ങനെയാണ്? ഈ കൂരയുടെ കുറച്ചിപ്പുറത്തായിട്ടാണ്. സോ ഈ കൂരയുടെ കുറച്ചിപ്പുറത്തായിട്ട് മറ്റൊരു ലൈനും കൂടി വരച്ചാൽ, ആ ലൈൻ വരയ്ക്കുമ്പോൾ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്, ഇതിന് പാരലലായിരിക്കണം ഈ ലൈൻ. കണ്ടല്ലോ? ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ലൈന് കറക്റ്റ് പാരലലാണ്. സോ കുറച്ച് കോംപ്ലക്സ് ആയിട്ടൊക്കെ തോന്നാം. 3 ഡയമെൻഷൻ എപ്പോഴും ഒരു കോംപ്ലക്സ് ആണ്. ഒരു വീടിൻ്റെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 3 ഡയമെൻഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എത്ര സിമ്പിളായിട്ട് വരച്ചെന്ന് നോക്കൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അല്പം കൂടെ കോംപ്ലക്സിലായിട്ട് ആ വീടിനെ നമ്മളങ്ങ് പൊളിക്കാൻ പോവുകയാണ്. പൊളിക്കാനെന്ന് വെച്ചാൽ സൂപ്പറാക്കാൻ പോവുകയാണ്. ഓക്കെ, ആ പോയിൻറ്റും ഈ പോയിൻറ്റും കണ്ടല്ലോ, അവർ തമ്മിൽ ഒരു ലൈൻ അങ്ങ് വരയ്ക്കണം. ഇതാ പിടിച്ചോ, ലൈൻ പിടിച്ചോ, വെച്ചോ, കയ്യിരുന്നോ. ഇനി ഈ ലൈനിന് പാരലലായിട്ട് ഇതാണ്ടതാ പിടിച്ചോ, വരച്ചു. കണ്ടോ? ഇറേസർ എടുക്കുക, തേക്കുക, നന്നായിട്ട് തേക്കുക. തേച്ചു. പോയിൻ്റ് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഈ പോയിൻ്റ് ഞാൻ ഇവിടെയാണ് ഇട്ടിരുന്നെങ്കിൽ ഈ വീട് ഇങ്ങനെ വരത്തില്ല, ഈ വീട് വേറൊരു ഡയമെൻഷനിൽ വന്നേനെ. അതെങ്ങനെ? അതാണ് ഞാൻ ആദ്യം സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കാണിച്ചത്, പേഴ്സ്പെക്റ്റീവ്. ഒരു വീടിനെ നമ്മൾ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അത് പല രീതിക്കാണ് ഇരിക്കുന്നത് അല്ലേ? ആ സെയിം പ്രോസസ്സാണ് ഇവിടെ. ഈ പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ വീടിൻ്റെ ഡയമെൻഷൻ മാറും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ ഡയമെൻഷൻ വേണമെന്ന്
ഉണ്ടെങ്കിൽ വേണം അതിനനുസരിച്ച് ആ വീടിൻ്റെ പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്യുക. ഞാൻ ഫോക്കസ് അല്ല തോന്നുന്നു. ഓക്കെ, പോയിൻ്റ് ഷിഫ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഞാനൊരു വീട് വരയ്ക്കണോ? വേണ്ട, നല്ല വീട്. അങ്ങനെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഞാൻ വേറൊരു സംഭവം വരച്ചിട്ടുണ്ട്. ഇത് വീടാണോ എന്ന് ചോദിച്ചാൽ വീടൊന്നും അല്ല, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നതങ്ങ് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ടെക്നിക്ക് യൂസ് ചെയ്ത് വരച്ചപ്പോൾ കിട്ടിയ ഒരു വീടാണിത്. ഈ വീട് ഇതുപോലെ നിങ്ങൾക്കൊരു ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്ത് സൂപ്പറായിട്ട് വരയ്ക്കുക. നിങ്ങളുടെ സ്വന്തം വീട് വരച്ച് നോക്കുക. അങ്ങനെ 3 ഡയമെൻഷൻ വരച്ച് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് വീട്. ഇതിന് ശേഷം നമുക്ക് ബാക്കി അഡ്വാൻസ്ഡ് 3 ഡയമെൻഷനിലോട്ടൊക്കെ പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ എപ്പിസോഡ് കണ്ട് ബോറടിക്കുന്നവർ എൻ്റെ ഷോർട്സ് കാണാൻ പോവുക. അത്യാവശ്യം 30 സെക്കൻഡൊക്കെ ഉള്ള ഓരോ ഷോർട്സ് പോയി കാണുക, ബോറടിക്കാതിരിക്കുക. അതൊക്കെ ഇരുന്ന് കാണുക, ആരോഗ്യത്തിന് നല്ലതാണ് ചിരി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കമൻ്റ് ഇടുക, വെറും 15 ലൈക്ക് വാങ്ങുക. ആ 15 ലൈക്ക് കിട്ടുന്ന എല്ലാവർക്കും ഒരു ലക്കി ഡ്രോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ലക്കി ഡ്രോയിലെ പ്രൈസ് എന്താണ്? സെബ്രോണിക്സിൻ്റെ ഹെഡ്സെറ്റാണ്. ആ ഹെഡ്സെറ്റ് ആരാണ് തരുന്നത്? നിയ വിൻസെൻ്റ് ഫ്രം എറണാകുളം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു എപ്പിസോഡ് സൂപ്പറായിട്ട് അല്ല മറ്റൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നു. അതുവരയ്ക്കും വാഴുകയും.